വീഡിയോയിലേക്ക് കടക്കും മുന്നേ നാളെ ഒരു പ്രത്യേകതയുണ്ട്. എക്സോ കിറ്റി എന്ന ഡ്രാമ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിന്റെ സീസൺ 1ഉം സീസൺ 2ഉം മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ, ഇന്ന് സീസൺ 1ഉം 2ഉം ഒന്നിച്ച് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ മൂവി മാനിയ റീക്യാപ്സ് എന്ന നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് ഞാൻ പറയാൻ കാരണം നാളെ ഏപ്രിൽ 2-ാം തീയതി അതിന്റെ സീസൺ 3 റിലീസ് ആവുകയാണ്. അപ്പോൾ നമ്മളത് നമ്മുടെ ചാനലിൽ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സീസൺ 3 കാണുന്നതിന് മുന്നേ സീസൺ 1ഉം 2ഉം ഒന്ന് റീക്യാപ്പ് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ മൂവി മാനിയ റീക്യാപ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എക്സോ കിറ്റി സീസൺ 1 and 2 എപ്പിസോഡ് കൂട്ടുകാർ കാണുന്നേ ലിങ്ക് ഇതേ മുകളിൽ കൊടുത്തേക്കാം, വീഡിയോയുടെ അവസാനവും കൊടുത്തേക്കാം. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിയാങ് ആകട്ടെ ആ ഒരു എന്റർടൈൻമെന്റ് കമ്പനിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി അന്വേഷിച്ച് അതിനെപ്പറ്റി തെളിവുകൾ ശേഖരിക്കാനായി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവൾക്ക് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായെങ്കിലും അതിന് വ്യക്തമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. തെളിവില്ലാണ്ട് മുന്നത്തെ കണക്കൊന്നും പ്രശ്നമാവണ്ടെന്ന് കരുതി അവൾ ഇപ്പൊ കമ്പനിയിലേക്ക് പോകുമ്പോൾ അവിടെ സെക്യൂരിറ്റിയെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റിയും ജിയാങ്ങും കമ്പനി ആയിട്ടുണ്ടായിരുന്നല്ലോ. അവളെ കണ്ടപാടെ സെക്യൂരിറ്റി ഇന്നലെ നിന്റെ ബോയ് ഫ്രണ്ട് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡ്രിങ്ക്സ് അടിച്ച് എൻജോയ് ചെയ്യായിരുന്നു എന്നൊക്കെ ഒരു ഫ്രണ്ട്ലി ആയ രീതിയിൽ അവളോട് പറയുന്നുണ്ട്. ഇന്നലെ അവര് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ ടീം അവളെ കൂട്ടിക്കൊണ്ടുപോയ യുവാനായിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്നാണ് സെക്യൂരിറ്റി ധരിച്ചിരിക്കുന്നത്. എന്തായാലും അവൾ അതപ്പോ തിരുത്താൻ നിൽക്കുന്നില്ല. എന്റെ പേഴ്സ് ഇന്നലെ ഞാൻ അകത്ത് വെച്ച് മറന്നിരുന്നു, അതൊന്നും എടുക്കാൻ വന്നതാണെന്ന് അവൾ പറയുമ്പോഴേക്കും അയാളാകട്ടെ അയാളുടെ കാർഡ് ഉപയോഗിച്ച് ഡോർ ഓപ്പൺ ചെയ്ത് അവളെ അകത്തേക്ക് വിടുന്നുണ്ട്. അകത്തെത്തുന്ന അവൾ അപ്പോൾ കഴിഞ്ഞ ദിവസം ടോയ്ലറ്റ് അവള് രക്ഷപ്പെടുത്തിയിട്ടും ഒരു വാക്കുപോലും നന്ദി പറയാതെ ഓടിപ്പോയ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയാണ് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ അന്വേഷിച്ചാണ് പോകുന്നത്. അപ്പോഴേക്കും ആ പെൺകുട്ടിയെ വീണ്ടും കൂടെയുള്ള പെൺകുട്ടികൾ ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തലവഴിയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് എത്തുന്ന ജിയാങ് അതിൽ ഇടപെടുമ്പോ നീ ആരാന്നൊക്കെ ചോദിച്ചു അവർ ജിയാങ്ങിന്റെ മെക്കിട്ട് കയറുന്ന സമയത്ത് ഞാൻ MHലെ ഒരു സ്റ്റാഫ് ആണെന്ന് പറഞ്ഞു. അവളാകട്ടെ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞാൽ നിങ്ങളുടെ കരിയർ തന്നെ സ്പോയിൽ ആവും, പിന്നെ നിങ്ങൾ ഒരു സെലിബ്രിറ്റി ആവത്തില്ല, ഒരു ഐഡലും ആവത്തില്ല എന്നൊക്കെ അവരോട് പറയുമ്പോൾ അവർ വേഗം പ്ലേറ്റ് ഇരിക്കുന്നത്. അയ്യോ ഞങ്ങളൊരു പ്രാങ്ക് ചെയ്ത ഇതൊക്കെ വിശ്വസിച്ചെന്ന് അവർ ചോദിക്കുമ്പോഴേക്കും അവളാകട്ടെ വെള്ളമെടുത്ത് അവർക്ക് നേരെ എറിയുന്ന കണക്ക് വീശി, എന്നാൽ എറിയുന്നില്ല, ഞാനും ഒരു പ്രാങ്ക് ചെയ്തതാണെന്ന് പറഞ്ഞ് അവരെ പറ്റിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ആ ഒരു പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന ജിയാങ് ആ ലൈബ്രറിയുടെ അവിടെ പോയി അവളുമായിരുന്ന് സംസാരിക്കുകയാണ്. ആ ടീം ആ പെൺകുട്ടിയോട് എന്താണ് അവളുടെ പ്രശ്നമെന്ന് ചോദിച്ച് മനസ്സിലാക്കാനായി അവൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നീ നിന്റെ പ്രശ്നങ്ങളെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് നീ പോവും, എന്നെ വിശ്വസിച്ച് പറയാൻ നീ പറഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ ആ പെൺകുട്ടി കാര്യങ്ങൾ പറയുന്നു. ഈ ഒരു എന്റർടൈൻമെന്റ് കമ്പനിയുടെ CEO ആയി ഇപ്പൊ കൂടെ ഉള്ള മിസ്റ്റർ വാൻ ഉണ്ടല്ലോ, അയാൾ ഈ പെൺകുട്ടിയെ മോശമായി ഉപദ്രവിച്ചിട്ടുണ്ട്. നേരിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ആ പെൺകുട്ടി വഴങ്ങിയിരുന്നില്ല. അവൾക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വാങ്ങിച്ചു കൊടുക്കാം, അവളുടെ കരിയർ തന്നെ ഭയങ്കര സംഭവമാക്കി മാറ്റാന്നൊക്കെ പലതും അയാൾ പറഞ്ഞിട്ടും അവൾ വഴങ്ങാതിരുന്നപ്പോൾ അവൾക്ക് കുടിക്കുന്ന ജ്യൂസിൽ മയങ്ങി പോകാനുള്ള മരുന്ന് കലക്കി നൽകിയാണ് അയാൾ അവളെ ഉപദ്രവിച്ചത്. പിന്നീട് ഉണർന്ന അവളോട് ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി അയാൾ ഇത്രയും നാള് അവളെ അടിച്ചമർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു കാര്യം ഇപ്പോൾ അവൾ പറയുന്ന ടീം ചില അയാൾ അവളെ ഉപദ്രവിച്ചു എന്ന് മനസ്സിലാക്കി അയാൾ അതിനുശേഷം അവളോട് ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയും എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അയാൾ അറിയാതെ റെക്കോർഡ് ചെയ്തിരുന്നു. അതിപ്പോ ജിയാങ്ങിനെ കേൾപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു തെളിവൊക്കെ ജിയാങ് എങ്ങ് വാങ്ങുന്നുണ്ട്. എന്തായാലും ഇവരവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഡൂലെ ഏർപ്പാടാക്കിയിരുന്ന ഒരാൾ ഇപ്പോൾ ഫോട്ടോ എടുത്ത് ഡൂലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഡൂലെ വേഗം തന്നെ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ജിയാങ് അവിടെ നിന്ന് പോകാനായുള്ള ഒരുക്കത്തിലായിരുന്നു. പക്ഷെ അവൾക്ക് ആരോ ഫോളോ ചെയ്യുന്ന കണക്ക് ഒരു പന്ത് കേട്ട് തോന്നുന്നുണ്ട്. ആരായിരിക്കും എന്ന് അവൾക്ക് ആകെ പേടിയാവുന്നു. അപ്പോഴേക്കുമാണ് ഡൂലെ അവളുടെ മുന്നിലേക്ക് വരുന്നത്. തുടർന്ന് അവൾക്ക് ഡൂലയോട് കമ്പനി അടിക്കാനോ കൂടെ പോകാനോ ഒന്നും ഒട്ടും താല്പര്യം ഇപ്പൊ ഇല്ല. മറ്റൊന്നും കൊണ്ടല്ല, അവനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടേ അല്ല, മറിച്ച് രണ്ടും കോമ്പറ്റീറ്റർ സ്ഥാപനത്തിലെ ആളുകളല്ലേ, അപ്പൊ ആ രീതിക്ക് വേണ്ടെന്ന് ഒരു ഡിസ്റ്റൻസ് അവൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ അവളെ ആരോ ഫോളോ ചെയ്യുന്ന കണക്ക് തോന്നുന്നവൾ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന രീതിക്ക് വേഗം ഡൂലയുടെ കൂടെ പോകുന്നു. ആ ടീം അവനാകട്ടെ അവളോട് സംസാരിച്ച് അവൾ ആ ഒരു എന്റർടൈൻമെന്റ് കമ്പനിയുടെ കാര്യങ്ങളിലേക്ക് ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നൈസായിട്ട് ചോദിച്ചറിയാൻ നോക്കുമ്പോൾ അവൾ ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല എന്ന് കാണുമ്പോൾ അവൻ പറയുന്നുണ്ട് ആ ഒരു കമ്പനിയുടെ കാര്യമല്ലേ നിങ്ങളുടെ കമ്പനി ഇപ്പൊ നോക്കുന്നത്, ആ എന്റർടൈൻമെന്റ് കമ്പനിയുടെ CEO ആയ മിസ്റ്റർ വാൻ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്. അവളാകട്ടെ വാനിനെ ഡൂലയ്ക്ക് അറിയാവുന്ന കാണുമ്പോൾ അയാളെ പറ്റി ഡൂലയുടെ അടുത്ത് നിന്ന് ചോദിച്ചറിയാനായി നോക്കുന്നുണ്ട്. വാനിന്റെ പുറകെ ജിയാങ് പോയാത് ജിയാങ്ങിന് ആപത്താണെന്ന് ഡൂലയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവനാകട്ടെ ഇവളെ ഒന്ന് ഒബ്സർവ് ചെയ്യാനായി ഇവൾ ആ കമ്പനി പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ആളെ പുറകെ പറഞ്ഞു വിട്ടത്. എന്തായാലും അവൾ പക്ഷേ ഇങ്ങനെ ഡൂലെ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് വിട്ടു പറയാനൊന്നും നിൽക്കുന്നില്ല. എന്തായാലും അവളെ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് ഡൂലെ ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും അത് യുവാൻ കാണുന്നുണ്ട്. ജിയാങ് പോയ ശേഷം ഡൂലയുടെ അടുത്ത് അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് എന്താ മനസ്സിലാവാത്തത്, നീ എന്തിനാ അവളുടെ പുറകെ നടക്കുന്നതെന്നെല്ലാം യുവാൻ ചോദിക്കുമ്പോൾ നിനക്ക് നിന്റെ സ്റ്റാഫിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് ആവലാതി ഉണ്ടെങ്കിൽ ഒന്ന് നേരാവണ്ണം സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് ഡൂലെ പോകുമ്പോൾ ഇവൻ എന്തി പറയുന്നതെന്ന് യുവാന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും അവൻ അറിയില്ലല്ലോ. എന്തായാലും അടുത്ത ദിവസമായിട്ട് ജിയാങ്ങിനെ കാണാനായി വാൻ തന്നെ നേരിട്ടെത്തുന്നുണ്ട്. ജിയാങ്ങിനോട് കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി വന്ന് സംസാരിച്ചതൊക്കെ അറിഞ്ഞ വാൻ അതിലൊക്കെ ഒന്ന് കണ്ണടച്ച് വിട്ടേക്കെന്നും പറഞ്ഞ് കുറച്ച് കൈക്കൂലി കൊടുക്കാനായി നോക്കുമ്പോൾ ജിയാങ് അത് നിരസിക്കുകയും പക്ഷെ ഇയാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അപ്പൊ മുതലുള്ള കാര്യങ്ങൾ നൈസായി റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അവൾ തന്റെ വരുതിക്ക് വരുന്നില്ലെന്നും ഇപ്പൊ താൻ സംസാരിച്ചത് അവൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്ന വാൻ ആകട്ടെ വേഗം തന്നെ ജിയാങ്ങിന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാനായി ഒരാളെ ഏർപ്പാടാക്കുന്നുണ്ട്. തുടർന്ന് ജിയാങ് അന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ടീം അവളെ ഒരാൾ ഫോളോ ചെയ്യുകയും ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഉപദ്രവിക്കാനും കയ്യിലുള്ള ഫോൺ തട്ടിപ്പറിക്കാനും നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിടിവലി ആകുമ്പോഴേക്കും മറിഞ്ഞു വീഴുന്നതിന്റെ ഇടയിൽ അവളുടെ കയ്യിലെ ഫോൺ തറയിൽ വീണ് പൊട്ടുന്നുണ്ട്. പക്ഷെ അത് തെറിച്ച് വീണ് കുറച്ച് ദൂരേക്ക് മാറി വീണ് പൊട്ടുന്നത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അത് ശ്രദ്ധിച്ചതേയില്ല. പക്ഷെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടും വീട്ടിൽ പതിവായി എത്തേണ്ട സമയമായിട്ടും അവൾ എത്താതാകുമ്പോഴും അവളെ പറ്റി എന്തോ ഒരു താക്കീത് കണക്ക് ഡൂലെ പറഞ്ഞത് ഓർക്കുമ്പോഴും യുവാന് ടെൻഷൻ ആവുന്നു. അവൻ പലതവണ അവളെ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. അവൻ അങ്ങനെ ടെൻഷൻ ആകുമ്പോഴേക്കും എന്തായാലും അവളാകട്ടെ പതിയെ നടക്കാൻ വയ്യാതാകെ കുഴഞ്ഞു വരുന്നത് കാണുന്നവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് എന്ത് പറ്റി എവിടെയെങ്കിലും വീണോന്ന് ചോദിക്കുമ്പോൾ അവനെ കണ്ടപാടെ അവൾക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എന്നോടൊന്നും ചോദിക്കില്ല, ഞാൻ ഇപ്പൊ കരയുന്നു അവൾ പറഞ്ഞുകൊണ്ട് കരച്ചിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യാനായി നോക്കുന്നത് കാണുന്നവൻ കൂടുതലൊന്നും ചോദിക്കാതെ നേരെ അവളെ എടുത്തുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് വെച്ച് കൊടുക്കുന്ന ടീം അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നവൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ദേഷ്യം വരുന്നവൻ, നീ എന്തിനാ എന്നോട് പറയാതെ ഈ പണിക്കൊക്കെ പോകുന്നത്? എന്നോടൊന്ന് പറയാറുന്നല്ലോ. എന്തായാലും നീ ഇതിന്നൊക്കെ മാറി നിൽക്ക്, ഞാൻ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇതാ ഞാൻ പറയുന്നത്, ഇത് നിനക്ക് പറ്റിയ ഒരു ഫീൽഡ് അല്ലാന്ന്. ഈ മര്യാദയ്ക്കൊന്നും അടങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞ് അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ന ഒരു കാര്യം ഓർത്തവന് ടെൻഷൻ കയറിയിട്ട് വയ്യ. എന്തായാലും ആ ഒരു ടീം അത് കേൾക്കുന്ന അവളാകട്ടെ എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നു. താൻ ഒരു കാര്യം കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അവൻ അതിൽ നിന്ന് എന്തിന്റെ പേരിലായാലും തന്നെ മാറ്റുന്നത് അവൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നത്. അങ്ങനെ പിന്നീട് നമ്മളെ കാണുന്നത് സൂലിയാണ്. പതിവായി എത്താറുണ്ടായിരുന്ന ചുവാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് വരാത്തതിനെ തുടർന്ന് അവൾ അവനെ കാണാനായി അവൻ പഠിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അന്വേഷിക്കുമ്പോൾ അവൻ ആ ഒരു ക്യാമ്പസിലെ തന്നെ ഭയങ്കര ഒരു ഫേമസ് പയ്യനാണ്. കുറെ പേര് അവന്റെ പുറകിന് അവളെ കണക്ക് നടക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവൻ സ്റ്റഡി ഏരിയയിൽ കാണുമെന്ന് ഇങ്ങനെ കേൾക്കുന്ന അവൾ നേരെ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവൾ എത്തുന്ന സമയത്ത് അവിടെ ഇല്ല. അവൻ ഒരു പ്രൊഫസർ വിളിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ കാണാനായി മാറിപ്പോയിരുന്നു. പക്ഷെ അവൻ അവിടെ ഇരുന്ന് പഠിച്ച ബുക്കും അവന്റെ ലാപ്ടോപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ ഇരിക്കുന്നത് കാണുന്ന അവൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കാനായി പോകുന്നുണ്ട്. ഒപ്പം തന്നെ അവന് വേണ്ടി കുറച്ച് കുക്കീസ് അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും അവിടെ വെച്ച് അങ്ങനെ ഇരിക്കുന്ന ടീം അവിടെ തുറന്നിരുന്ന അവന്റെ ലാപ്ടോപ്പില് മെസ്സേജ് വരുന്നത് അവൾ കാണുന്നുണ്ട്. സ്വീറ്റി എന്ന് സേവ് ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. അത് കാണുന്നവൾ സ്വീറ്റിയോ, ഇതാരായിരിക്കും ഈ സ്വീറ്റി? ഇവൻ എന്റെ പേര് ഏത് പേരിലായിരിക്കും സേവ് ചെയ്തിരിക്കുന്നത് എന്ന ഡൗട്ടില് സെർച്ച് ചെയ്യുമ്പോഴേക്കും കൺവീനിയൻസ് സ്റ്റോർ ഗേൾ എന്നാണ് അവളുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഭയങ്കര സങ്കടാവുന്നുണ്ട് അവൾക്ക്. അവനപ്പോ വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ടല്ലേ അവളുടെ പേര് സ്വീറ്റി എന്നും എന്റേത് ഇങ്ങനെ സേവ് ചെയ്തിരിക്കുന്നതെന്ന് സങ്കടത്തിൽ അവൾ അവിടെ അവനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കാതെ വേഗം പോകുന്നുണ്ട്. അങ്ങനെ നേരെ ജിയാങ്ങിന്റെ അടുത്തെത്തി ഈ കാര്യം പറഞ്ഞു പുലമ്പുമ്പോ, സാരയില്ല, അവന് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ നീ അതോർത്ത് സങ്കടപ്പെടണ്ട, എന്ന് വലിയ കാര്യമില്ലെന്നല്ല ജിയാങ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാലും അവന് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവളെന്തായാലും ഇവിടെ സങ്കടപ്പെടുമ്പോ ആക്ച്വലി ഇതിലും വലിയ പ്രശ്നത്തിലൂടെയാണല്ലോ ജിയാങ് ഇപ്പൊ കടന്നു പോകുന്നത്. അവൾ ആ കാര്യം സൂലിയോട് പറയുമ്പോൾ അത് കേൾക്കുന്ന സൂലി, യുവാൻ അങ്ങനെ പലതും പറയും എന്ന് കരുതി നീയായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളല്ല ഇത്രയും, അത് നീ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം, നീ തന്നെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യണം, അതിൽ നിന്നൊന്നും നീ മാറി നിൽക്കണ്ട, നിന്റെ കഷ്ടപ്പാടിന്റെ ഫലമല്ലേ, അവൻ നിന്റെ സേഫ്റ്റി അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിയാൽ നീ അതങ്ങനെ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ജി അങ്ങനെ എരിപിരികേറ്റുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഒന്നിന്റെയും ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടിയല്ല യുവാൻ അങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ശരി ബോധം പോലും ഈ രണ്ടുപേർക്കും ഇല്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നതാകട്ടെ യുവാൻ ഇതിൽ ഇടപെടാനായി തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അവൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, മിസ്റ്റർ വാനിനെതിരെ ആ ഓഫീസിലെ ഒരാളെ കണ്ട് സംസാരിക്കാനായി തീരുമാനിക്കുന്നു. വാനിനേക്കാളും ആ ഒരു കമ്പനിയുടെ സിഇഒ ആവാനായി എന്തുകൊണ്ടും യോഗ്യത ഉണ്ടായിരുന്ന ആ മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാളെ കണ്ട് സംസാരിച്ച് വാൻ ചെയ്യുന്ന തെറ്റുകൾ പുറത്തു കൊണ്ടുവരാനായിട്ടാണ് യുവാൻ ശ്രമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ജിയാങ്ങിന്റെ ഫോൺ നഷ്ടപ്പെട്ടിരുന്നല്ലോ, ആ ഒരു സംഭവം നടന്ന സ്ഥലം മുന്നേ അവളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു യുവാൻ. അവിടേക്ക് ജിയാങ്ങിന്റെ ഫോൺ അന്വേഷിക്കാനായി ആളെ പറഞ്ഞു വിട്ടിരുന്നു. അങ്ങനെ ആ ഫോൺ ഇപ്പൊ അവന് തിരിച്ചു കിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും മിസ്റ്റർ വാനും ഡൂലയും കണ്ട് സംസാരിക്കുന്നു. ജിയാങ്ങിനെ വാനിന്റെ ആൾ ഉപദ്രവിക്കാൻ നോക്കിയതും ഫോൺ തട്ടിയെടുക്കാൻ നോക്കിയതും ഒക്കെ തന്നെ ഡൂലെ അറിഞ്ഞിരുന്നു. ആക്ച്വലി ഡൂലെ വാൻ ഇപ്പോ യുവാന്റെ കമ്പനി മൂലം പ്രശ്നത്തിലാവാതിരിക്കാനായി വാനിനെ സഹായിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ജിയാങ് അതുമൂലം പ്രശ്നത്തിലാവുന്നത് അവന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തു ചാടി ജിയാങ്ങിനെ ഉപദ്രവിക്കാൻ ആളെ വിട്ടതിന്റെ പേരിൽ ഡൂലെ മിസ്റ്റർ വാനിനെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ജിയാങ്ങിനെ ഒന്ന് കണ്ട് സംസാരിക്കാനായി അവളുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് അവൻ ചെല്ലുമ്പോഴേക്കും അവിടെ യുവാനെ കാണുന്നുണ്ട്. യുവാനാകട്ടെ നീ എന്തിനിങ്ങനെ ഇവിടെ വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഡൂലെ ജിയാങ്ങിനെ കാണാനായി വന്നതാണെന്ന് മനസ്സിലാക്കി അവനോട് ദേഷ്യപ്പെടുമ്പോഴേക്കും ജിയാങ് അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്ന ഡൂലെ അത്രയും നേരം യുവാനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതി സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പെട്ടെന്ന് അങ്ങ് മാറ്റുന്നുണ്ട്. ഉച്ചത്തിൽ അങ്ങ് അവന് നേരെ ഷൗട്ടൊന്നും ചെയ്യാതെ പതി അവന്റെ അടുത്തേക്ക് ചെന്ന് ജിയാങ്ങിന്റെ പേര് പറയുമ്പോൾ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ വീണ്ടും അവളുടെ പുറകെ നടക്കില്ലെന്ന് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ അവളുടെ പേര് എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചോദിച്ച് ഒരു അടി വെച്ച് കൊടുക്കുമ്പോൾ അതാണ് ജിയാങ് കാണുന്നത്. ജിയാങ് നോക്കുമ്പോൾ ചുമ്മാ നിന്ന ഡൂലയെ യുവാൻ അടിച്ച കണക്കുണ്ട്. വേഗം അവിടെ എത്തി അടി നിർത്താനായി ഇടയിൽ കയറുന്ന ജിയാങ് ആകട്ടെ ഡൂലെ എന്തിനാ വെറുതെ അടിക്കുന്നതെന്ന് ചോദിച്ച് യുവാനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും യുവാന് ദേഷ്യം വന്ന് അവൻ അവിടെ നിന്ന് മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോഴേക്കും അടി കൊണ്ട് ഡൂലയുടെ ചുണ്ടിന്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ചോര പൊടിയുമ്പോൾ അത് ഒപ്പിക്കൊടുത്തുകൊണ്ട് എന്നെ കാണാനേ വന്നുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നമായെന്നൊക്കെ ഭയങ്കര സിമ്പതിയില് ജിയാങ് സംസാരിക്കുമ്പോൾ എന്തായാലും അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ടീം കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെ പറ്റി
ജിയാങ് കുറച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അതിൽ ഇടപെടാൻ നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമായി എന്ന കാര്യങ്ങളൊക്കെ. അത് കേൾക്കുന്ന ഡൂലെ മുന്നേ തന്നെ ഇതൊക്കെ അറിഞ്ഞിരുന്നല്ലോ വാനിനെ കണ്ടപ്പോ, പക്ഷെ അതൊന്നും ഇവളുടെ മുന്നേ കാണിക്കാതെ ഒന്നും അറിയാത്ത കണക്ക് അവളോട് സംസാരിക്കുന്നുണ്ട്. പറയുമ്പോൾ അവൾക്ക് നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവൾക്കൊരു അപകടം പറ്റാത്ത രീതിയിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. ഇവൻ അവിടെ ഒരു രീതിക്കും ഇവിടെ ഒരു രീതിക്കും സംസാരിക്കുന്നുണ്ട്. അത് രണ്ടുപേരെ ഹെൽപ്പ് ചെയ്യുന്ന കണക്കാണ് സംസാരിക്കുന്നത്. പക്ഷെ അതില് ജിയാങ്ങിന് ആപത്ത് വരണം എന്ന രീതിക്കൊന്നും വാനിനോട് ഡൂലെ പറയുന്നുമില്ല. അങ്ങനെ എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ഓഫീസിൽ വെച്ച് ജിയാങ്ങും യുവാനും കാണുമ്പോൾ പരസ്പരം മിണ്ടുന്നൊന്നുമില്ല. നല്ല കലിപ്പ് കണക്കാണ് രണ്ടുപേരും ഉള്ളത്. യുവാനായിട്ട് അതിനുശേഷം മിസ്റ്റർ സാം എന്ന ഒരാളെ പോയി കാണുന്നുണ്ട്. ഈ സാം ആണ് മുന്നേ ഞാൻ പറഞ്ഞ ആ എന്റർടൈൻമെന്റ് കമ്പനിയിലെ വളരെ പ്രൊഫഷണൽ ആയ അവിടുത്തെ സിഇഒ. അവൻ ശരിക്കും യോഗ്യത ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ്. ആക്ച്വലി ആ കമ്പനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന മിസ്റ്റർ വാൻ ആണല്ലോ പ്രശ്നക്കാരൻ. അതുകൊണ്ട് വാനിനെ മാറ്റി ഈ സാമിനെ സിഇഒ ആക്കിയ ശേഷം കമ്പനിയുമായിട്ടുള്ള ബാക്കി ബിസിനസ് ഡീലിംഗ്സ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് യുവാന്റെ പ്ലാൻ. അതിനായി സാമിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിയാങ് കുളിക്കാൻ നിൽക്കുന്നതാണ്. ഹെയർ വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കട്ടായി പോകുന്നുണ്ട്. അതായത് വെള്ളത്തിന്റെ കണക്ഷൻ തന്നെ കട്ടാക്കിയതുകൊണ്ട് വെള്ളം അവക്ക് കിട്ടുന്നില്ല. തുടർന്ന് അന്വേഷിക്കുമ്പോഴാണ് ബില്ല് പേ ചെയ്യാൻ മറന്നു എന്ന കാര്യം ജിയാങ് ഓർക്കുന്നത് തന്നെ. ഇനിയിപ്പോ നാളെയല്ലേ ബില്ല് പേ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുളിക്കാൻ വേറെ വഴിയില്ലാണ്ട് അവൾ ഒരു നാണവും മാനവും ഇനിയിപ്പോ കണക്കിലെടുത്തിട്ട് കാര്യമില്ല, കുളിക്കാൻ ഇതേ ഉള്ളൂ വഴി എന്ന് ഉറപ്പിച്ച് അപ്പുറത്തുള്ള യുവാന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഇടിച്ചു കയറി ചെന്ന് നേരെ ടോയ്ലറ്റിന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിനക്ക് നാണം ഇല്ലെന്ന് ചോദിച്ച് അവൻ കളിയാക്കുന്ന ടീം ഇതൊന്നും കാര്യമാക്കാതെ അവൾ കുളിക്കാൻ പോകുന്നുണ്ട്. ഈ ടീം അവിടേക്ക് വെളുത്ത് ചെല്ലുമ്പോഴേക്കും ഇതിനൊന്ന് പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞ് ജിയാങ് വിളിക്കുമ്പോൾ ഞാൻ നീ കുളിക്കുന്നിടത്ത് എങ്ങനെ വരാനാണെന്ന് യുവാൻ ചോദിക്കുന്ന ടീം ഞാനേ ഹെയർ വാഷ് ചെയ്യുന്ന വന്നോ കുഴപ്പമില്ലാന്ന് അവൾ പറയുന്നുണ്ട്. തുടർന്ന് അവിടേക്ക് എത്തുന്ന അവൻ വെളുത്തിനെ എടുക്കാനായി കുനിയുമ്പോഴേക്കും പെട്ടെന്ന് അവളുടെ കാല് തട്ടി അവൻ തലയിടിച്ച് വീഴുന്നു. അങ്ങനെ അതിന്റെ പേരിൽ അവൻ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ അറിയാതെ ചെയ്തല്ലേ എന്നൊക്കെ അവൾ പറയുന്ന ടീം നീ മനഃപൂർവ്വം എനിക്കിട്ട് പണി തന്നതാണെന്നെല്ലാം പറഞ്ഞ് അവൻ ചൂടാവുമ്പോഴാണ് അല്ല ഈ ഡോഗിന്റെ പേര് വെളുത്തെന്നാണോ, ഇത് പണ്ടത്തെ ആ ഡോഗാണോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ ആക്ച്വലി ഇത് പണ്ടത്തെ ഡോഗാണെന്ന് അവൾക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ ഇത് അത് തന്നെയാണ്. എന്നാൽ അത് പറയാതെ അവൻ എന്താ നിന്റെ ഡോഗിന് മാത്രമേ വെളുത്തുന്ന പേര് വരത്തുള്ളൂ, എനിക്കെന്താ വെളുത്തുന്ന പേര് ഇട്ടൂടെ, ഇത് നിന്റെ ഡോഗൊന്നും അല്ലാന്ന് പറഞ്ഞ് അവൻ ഉരുണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിരുന്ന് ഹെയർ ഡ്രൈ ചെയ്യുന്ന സമയത്താണ് അവിടെ അവളുടെ പൊട്ടിയ ഫോൺ അവൾ കാണുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് യുവാൻ തന്നെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. തന്നോട് ഇതിൽ ഇടപെട്ട് പ്രശ്നത്തിലാവണ്ട എന്നവൻ തന്നോടുള്ള കെയർ കൊണ്ട് പറഞ്ഞതാണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും അപ്പോഴേക്കും അടുത്ത ദിവസം വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ആ എന്റർടൈൻമെന്റ് കമ്പനിയിലെ സിഇഒയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓൺലൈനിൽ വൈറലാവുന്നു. സിഇഒ തുടർന്ന് ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഈ ഒരു കമ്പനിയുടെ വളർച്ചയെ തടയാനായി വെറുതെ ആളുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കള്ളക്കഥകളാണിത്, ഇതിനകത്തൊന്നും യാതൊരു സത്യവും ഇല്ല എന്നല്ല. ഇതിന്റെ ഇടയിൽ യുവാനാകട്ടെ ഓഫീസിലെ ജിയാങ്ങിനെ അവന്റെ കൂടെ ഒരു മീറ്റിംഗിന് അസിസ്റ്റ് ചെയ്യാനായി വരാനായി വിളിക്കുമ്പോഴേക്കും അത് കേൾക്കുന്ന ഷവോ ആട്ടെ എന്തിനാ അവളെ എപ്പോഴും വിളിക്കുന്നത്, ഞാൻ വരാന്നൊക്കെ പറഞ്ഞ് അവനോട് പറയുന്നുണ്ടെങ്കിലും യുവാൻ അത് കാര്യമാക്കുന്നില്ല. നീ അല്ല വരേണ്ടത് ജിയാങ് തന്നെയാണെന്ന് പറഞ്ഞ് യുവാൻ പോകുമ്പോഴേക്കും കലിപ്പാവുന്ന ഷവോ ജിയാങ്ങിന് കുറേ വർക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ തീർത്ത് അവൾ പോവരുതെന്ന രീതിക്ക്. പക്ഷെ സമയത്തിന് മുന്നേ അവളാകട്ടെ ആ ജോലിയൊക്കെ ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോഴാണ് മറ്റൊരു കാര്യം അറിയുന്നത്. ഓൾറെഡി ഒരു അഡ്വക്കേറ്റ് വഴി ലീഗലി ആ ഒരു സിഇഒയ്ക്കെതിരെ ആ പെൺകുട്ടിയും കൊണ്ട് മൂവ് ചെയ്യാനായി ജിയാങ് കാര്യങ്ങൾ നീക്കിയിരുന്നു. അതുവഴിയാണ് ഇത് ഓൺലൈനിലും എല്ലാവരും അറിഞ്ഞൊക്കെ തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ ആ ഒരു കേസ് ആ പെൺകുട്ടി പിൻവലിച്ചെന്ന് അറിയുന്ന ജിയാങ് ആകെ ഷോക്ക് ആവുന്നുണ്ട്. എന്തുകൊണ്ട് അവൾ അത് ചെയ്തു, അവൾക്കപ്പോൾ നീതി വേണ്ടേ എന്ന രീതിക്ക്. അങ്ങനെ എന്താണ് അവിടെ നടന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ആ പെൺകുട്ടിയെ കൺവിൻസ് ചെയ്യാനായി ഡൂലെ പോയിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ കരിയർ മുഴുവൻ സ്പോയിലാവും, ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അവളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച തെറ്റൊക്കെ തിരുത്തി നല്ല രീതിക്ക് അവൾക്ക് മുന്നോട്ട് പോകാം, ശത്രുക്കൾ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞ സിഇഒ അവളോട് ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ ഭയങ്കരമായി തന്നെ ബ്രെയിൻ വാഷ് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ അവൾക്ക് ഒരിക്കലും ജീവിക്കാൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് വളരെ മോശമായി കാര്യങ്ങൾ അവളുടെ ലൈഫിൽ സംഭവിക്കുന്നൊക്കെ പറഞ്ഞാണ് പീഡിപ്പിച്ചത്. അത് കേൾക്കുന്ന ജിയാങ് വേഗം തന്നെ ആ പെൺകുട്ടിയെ കാണാനായി പോകുമ്പോഴേക്കും ഡൂലെ ആ പെൺകുട്ടിയെ കൊണ്ട് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നൊക്കെ പറയാനായി അവളുടെ അപ്പാർട്ട്മെന്റിൽ ഇരിക്കുകയായിരുന്നു. ജിയാങ് എത്തി പെൺകുട്ടിയോട് സംസാരിക്കാനായി നോക്കുമ്പോൾ പെൺകുട്ടി കഥക് തുറന്ന് ജിയാങ്ങിന്റെ മുന്നിൽ സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. കാരണം ഡൂലെ അകത്തിരിപ്പുണ്ടല്ലോ. ജിയാങ് ഭയങ്കര നിരാശയിൽ അവിടെ നിന്ന് മടങ്ങി പോകുന്നുണ്ട്. ടീം ഡൂലെ താൻ വിചാരിച്ച കണക്ക് സുഹൃത്തായ സിഇഒ വാനിനെ സഹായിക്കുന്ന രീതി കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതെ യുവാന്റെ കമ്പനിക്കും ഇതൊരു പ്രശ്നമാക്കി മാറ്റുന്ന രീതിക്ക് തനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് ഡൂലെ കരുതുന്നത്. അപ്പോഴേക്കും ഈ നടന്ന കാര്യങ്ങൾ അന്ന് ജോലി കഴിഞ്ഞ് തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന ജിയാങ് യുവാനോട് പറയുമ്പോൾ നമ്മുടെ കമ്പനി എന്തായാലും അത്തരം മോശമായിട്ടുള്ള ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ യാതൊരു കാര്യവും മുന്നോട്ട് ചെയ്യില്ല. അതിന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിനുവേണ്ടി എന്താ ചെയ്യാൻ സാധിക്കാന്ന് എനിക്കറിയാന്ന് അവൻ എന്തോ ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് എന്തായാലും ടെൻഷൻ ആവണ്ട, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ജിയാങ്ങിന് ഉറപ്പ് കൊടുക്കുന്നു. എന്തായിരിക്കും യുവാൻ ആ കാര്യത്തിൽ ചെയ്യാനായി പോകുന്നതെന്ന് ജിയാങ്ങിന് യാതൊരു പിടുത്തവുമില്ല. എന്തായാലും എന്താണ് അടുത്തതായി സംഭവിക്കുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.